This program is sponsored by Law and Lawyer Solicitors. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമുക്കറിയാം, ഒരു ബ്യൂട്ടിഫുൾ ഡേ. സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ആഘോഷത്തിന്റെ ദിവസം. പാട്ടിന്റെ ഈണത്തിൽ വിണ്ണിൻ മാലാഖമാർ നൃത്തം വയ്ക്കുന്ന പുണ്യരാവിൽ, നിലാവ് ചുംബിച്ചുണർത്തുന്ന നക്ഷത്രങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഡിസംബറിന്റെ പുണ്യമായ ദിനം, ക്രിസ്മസ് ദിനം. എല്ലമ്മാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും എന്റെയും സിനിമ കഫേയുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്ങോടുകൂടി നമ്മുടെ സിനിമ കഫേ നമുക്ക് തുടങ്ങാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, സങ്കൽപ്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. മുറ്റത്തെ ഒരു നക്ഷത്രം ഒറ്റയ്ക്കെത്തിക്കാവൽ നിൽക്കും. സ്വർഗത്തിൻ ഒരു സംഗീതം വിണ്ണിൽ നിന്നും മാലാഖമാർ പാടും. തങ്കത്തിങ്കൾ 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 വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, സങ്കൽപ്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. ചിത്തിരമുത്തുവിളക്ക് തിരികൊളുത്തും മണിമിഴി അഴകിൽ, ചിത്തിരമുത്തുവിളക്ക് തിരികൊളുത്തും മണിമിഴി അഴകിൽ. കിഴക്കിലുദിച്ചൊരു ചിത്രം വരഞ്ഞു തരും രവികിരണങ്ങളിൽ. നനയാതെ മനം നനഞ്ഞുവോ, അറിയാതെ സ്വയം അറിഞ്ഞുവോ. തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, സങ്കൽപ്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. മുറ്റത്തെ ഒരു നക്ഷത്രം ഒറ്റയ്ക്കെത്തിക്കാവൽ നിൽക്കും. സ്വർഗത്തിൻ ഒരു സംഗീതം വിണ്ണിൽ നിന്നും മാലാഖമാർ പാടും. തങ്കത്തിങ്കൾ 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 വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, സങ്കൽപ്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. London Malayalam Radio, United Malayalis Entertainer.
വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ലോകമെമ്പാടും അങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചു. ഇവിടെയും ആഘോഷങ്ങൾ അതിഗംഭീരമായിരുന്നു. നിങ്ങളും ക്രിസ്മസ് അടിപൊളിയായി തന്നെ ആഘോഷിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ കേരളത്തിൽ ഇത്തവണ ക്രിസ്മസ് ആഘോഷത്തിന് വലിയൊരു തിരിച്ചടി നേരിട്ടു എന്ന് പറയാം. എന്തുവാ തിരിച്ചടി എന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ആഘോഷവേളകളിലാണ് ഏറ്റവും കൂടുതൽ സിനിമ റിലീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സിനിമയും ഈ സമയത്ത് ആഘോഷത്തിന് മാറ്റുകൂട്ടാനെത്താറുണ്ട്. എന്നാൽ ഈ ക്രിസ്മസ് വേളയിൽ ഒരു മലയാള സിനിമ പോലും റിലീസ് ചെയ്തില്ല എന്നൊരു വലിയ സങ്കടമാണ് ഇപ്പോൾ സിനിമാ പ്രേക്ഷകർ അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ പങ്കുവയ്ക്കുന്നത്. മലയാള സിനിമയിൽ ഉടലെടുത്തൊരു പ്രതിസന്ധിയാണ് ഇതിന് കാരണം. സിനിമാ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുണ്ടായ ഒരു തർക്കം, അവരുടെ ലാഭവിഹിതം അല്ലെങ്കിൽ അവർ പങ്കുവയ്ക്കുന്ന ലാഭത്തെ സംബന്ധിച്ചുണ്ടായ തർക്കം കാരണം ഒരു മലയാള സിനിമ പോലും ഇത്തവണ റിലീസ് ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളൊക്കെ നടന്നെങ്കിലും ആ ചർച്ചയൊന്നും ഒരു തീരുമാനത്തിലെത്താത്തതിനെ തുടർന്ന് സിനിമകളുടെ എല്ലാ റിലീസിങ്ങും മാറ്റിവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല സിനിമകൾ റിലീസിന് തയ്യാറെടുത്തിരുന്നു. പക്ഷേ ആ സിനിമകളൊന്നും തിയേറ്ററിൽ എത്തിയുമില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഉത്സവം ആഘോഷമാക്കാൻ, ക്രിസ്മസ് അവധി ആഘോഷമാക്കാൻ കാത്തിരുന്ന എല്ലാ സിനിമാ പ്രേമികൾക്കും ഇതൊരു തിരിച്ചടിയായിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ ഓണം, ക്രിസ്മസ്, വിഷു, ഈസ്റ്റർ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സിനിമ റിലീസ് ചെയ്യുന്നതും ലാഭം കൊയ്യുന്നതും അതുപോലെ നല്ല സിനിമകളൊക്കെ വരുന്നത്. എന്നാൽ ഈ വർഷം ശരിക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ സിനിമകൾ എത്തിയില്ല എന്നുള്ളത് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ സങ്കടകരമായൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷം ഒരുപാട് നല്ല സിനിമകൾ ഈ സമയത്ത് ഇറങ്ങി ഹിറ്റായതാണ്. ഒരു പാട്ടിനുള്ള സമയമായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്രിസ്മസ് സോങ്ങിന് ശേഷം നമ്മുടെ വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
കേളന്മ ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. തിരിച്ചു വരാൻ സിനിമാ കഫേയിലേക്ക്, നമ്മുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. ക്രിസ്മസിന്റെ ആഘോഷ സമയത്ത് ഇങ്ങനൊരു പ്രതിസന്ധി മലയാള സിനിമയിൽ ഉണ്ടായത് ചെറുതായിട്ടൊന്നും അല്ല മലയാളി പ്രേക്ഷകനെ അല്ലെങ്കിൽ സിനിമാ ആസ്വാദകരെ വിഷമിപ്പിച്ചിരിക്കുന്നത്. അവർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമകളാണ് ഇതുമൂലം റിലീസ് ചെയ്യാതിരിക്കുന്നത്. ലാലേട്ടന്റെ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ അവർ കാത്തിരുന്ന സിനിമയാണ്. ഈ അടുത്തിറങ്ങിയ ലാലേട്ടൻ സിനിമകളെല്ലാം ഹിറ്റായതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഒരുപാടായിരുന്നു. അതുപോലെ തന്നെ ദുൽഖർ സൽമാനും സത്യനന്ദിക്കാടും ആദ്യമായിട്ടൊന്നിക്കുന്ന ജോമോന്റെ സുവിശേഷങ്ങൾ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തെല്ലാം തന്നെ മാധ്യമങ്ങളിൽ വാർത്തകളായി ഇടം പിടിച്ചിരുന്നു ആ സിനിമയുടെ കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം തന്നെ സത്യനന്ദിക്കാട് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചത് ഇങ്ങനെയാണ്. മുകേഷും ദുൽഖർ സൽമാനും ഉള്ള ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സത്യനന്ദിക്കാട് കട്ട് പറയാൻ മറന്നുപോയി. ദുൽഖർ സൽമാന്റെ അതിഗംഭീരമായ അഭിനയം കണ്ട് സത്യനന്ദിക്കാട് കട്ട് പറയാത്തതെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ദുൽഖർ സൽമാനും തന്റെ അനുഭവം പങ്കുവച്ചത് ഇങ്ങനെയാണ്. വളരെ മനോഹരമായൊരു സെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഷൂട്ടിംഗ് തീർന്നപ്പോൾ ഒരുപാട് സങ്കടം വന്നു. അവിടെ നിന്ന് പിരിഞ്ഞു പോകണമല്ലോ എന്നോർത്ത് സങ്കടം വന്നു എന്നാണ് ദുൽഖർ പറഞ്ഞത്. അങ്ങനെ വാർത്തകളിൽ ഇടം പിടിച്ച് ഒരുപാട് പ്രതീക്ഷയോടെ ദുൽഖർ ഫാൻസും സത്യനന്ദിക്കാട് സിനിമകളെ ഇഷ്ടപ്പെടുന്നവരെല്ലാം കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ജോമോന്റെ സുവിശേഷം. മലയാളത്തിൽ ഇതുവരെ പറയാത്ത ഒരു ഹൊറർ കഥ പറയുന്നു. അതുപോലെ പൃഥ്വിരാജിന്റെ ഒരു വ്യത്യസ്ത ഗെറ്റപ്പ് പുറത്തു വരുന്നു. അങ്ങനെ വാർത്തകളിൽ ഇടം പിടിച്ച സിനിമയായിരുന്നു. പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഹൊറർ ചിത്രം എസ്ര. തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകൻ സിദ്ദിഖിന്റെ ഫുക്രി, അതിൽ നായകനായി എത്തുന്നത് ജയസൂര്യയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ കുറെ സിനിമകളായിരുന്നു ഈ ഒരു ക്രിസ്മസ് സമയത്ത് റിലീസ് ചെയ്യേണ്ടത്. എന്നാൽ ഈ പ്രതിസന്ധി കാരണം ഈ സിനിമകളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ന്യൂ ഇയറിനോടനുബന്ധിച്ചെങ്കിലും ഈ സിനിമ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ആസ്വാദകർ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇറങ്ങിയ സിനിമകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എല്ലാ സിനിമകളും ഹിറ്റായിരുന്നു. ക്രിസ്മസിനോടും ന്യൂ ഇയറിനോടും അനുബന്ധിച്ച് ഇറങ്ങിയ എല്ലാ സിനിമകളും വൻ ഹിറ്റുകളായിരുന്നു. ദുൽഖർ സൽമാന്റെ ചാർലി, ദിലീപും നായകനായി എത്തിയ 2 കൺട്രീസ്, അടി കപ്പ്യാരെ കൂട്ടമണി, ഈ സിനിമകളായിരുന്നു ക്രിസ്മസ് റിലീസായിട്ട് വന്നത്. ഈ സിനിമകളെല്ലാം ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പൃഥ്വിരാജിന്റെ പാവാട, അതും വൻ ഹിറ്റായിരുന്നു. ഇപ്പോൾ ഒരു പാട്ടിനുള്ള സമയമായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൃഥ്വിരാജിന്റെ പാവാട എന്ന ചിത്രത്തിലെ മുത്താണ് നീ എന്ന് പറഞ്ഞൊരു തുടങ്ങുന്ന പാട്ടുണ്ട്. ആ ഒരു പാട്ടിന് ശേഷം നമ്മുടെ വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കുരുത്തക്കേടിന്റെ കൂടാണ്, അടുപ്പക്കാരന് തേനാണ്, വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. പണിക്ക് ചെന്നതിൻ പിറ്റേന്ന് കൊടക്ക് വേലകൾ കാട്ടിയിട്ട് കണക്ക് തെറ്റിയ റോക്കറ്റായി തിരിച്ചു പോരണ ജോയ്. ഇവൻ എന്തിനു പോകോനാ, പല നമ്പരുമുള്ളോനാ, പണി എന്തിനു പോയാലും കെടി കൊണ്ടുവരുന്നോനാ. വെള്ളം തളിക്കാതെ ഫുള്ളം നടിക്കാനും കള്ളം തടിക്കാതെ ഉള്ളം കൊടുക്കാനും എന്തൊക്കെ വന്നാലും കട്ടക്ക് നിൽക്കുന്ന ജോയ്. നമ്മുടെ മുത്താണ് ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്, എങ്കിലും വിട്ടാണ് ജോയ്. നമ്മുടെ മുത്താണ് ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്, എങ്കിലും വിട്ടാണ് ജോയ്. കുരുത്തക്കേടിന്റെ കൂടാണ്, അടുപ്പക്കാരന് തേനാണ്, വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. നിരത്തിലെ ഏറ്റിയം ഉള്ളേത്തി പറക്കി കുടിക്കണ കഞ്ഞിയിലെ മണ്ണിട്ട് ജോയ്. മണിയറ പൂകുമ്പോ മണവാട്ടി ബ്രാൻഡാകും, കുടിക്കണ പാലയ്യോ വാളാക്കും ജോയ്. മുഴുമുഴുത്ത റബ്ബർ കുനകുനത്ത പെൻസില് പോലെ വെട്ടി നിരത്തി വെക്കണ ടൈപ്പാ. അറിയാത്ത പണിയില്ല, പണി കിട്ടാനുടനെ തിരികെ എട്ടി പണി സെറ്റാക്കണ ജോയ്. നമ്മുടെ സ്വത്താണ് ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്, എങ്കിലും വിട്ടാണ് ജോയ്. നമ്മുടെ മുത്താണ് ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്, എങ്കിലും വിട്ടാണ് ജോയ്. കുരുത്തക്കേടിന്റെ കൂടാണ്, അടുപ്പക്കാരന് തേനാണ്, വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. ജോയ് ജോയ് ജോയ്, നമ്മുടെ ജോയ്, ഈ ജോയ്, എൻജോയ് 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 എൻജോയ്.
കാശിനു ടൈറ്റായാൽ മറ്റൊന്നും നോക്കാതെ വൃക്കം വിറ്റിട്ട് ഫിറ്റാവും ജോയ്. കുടിച്ചിട്ട് പോയോരാ കാശുണ്ടേൽ ഇന്നിപ്പോ കണക്കിലെ ബിർലയ്ക്കും മേലെയാ ജോയ്. ഇവൻ എവിടെ മിച്ചറ് കണ്ടാൽ ഉടനറയിലുള്ളൊരു ബോട്ടിൽ ഞൊട്ടിക്കിട്ട് തട്ടിക്കേണ്ട സൈസാ. കൂടാണ് അടുപ്പക്കാരന് തേനാണ് വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ് വീട് വീടിക്കുള്ള ജോയ്. പണിക്ക് ചെന്നതിന് പിറ്റേന്ന് ഉടക്ക് വേലകൾ കാട്ടിയിട്ട് കണക്ക് തെറ്റിയ റോക്കറ്റായി തിരിച്ചു പോരണ ജോയ്. ഇവനെന്തിനും പോന്നോനാ പല നമ്പരമുള്ളോനാ, പണി എന്തിനു പോയാലും കണി കൊണ്ടുവരുന്നവനാ. വെള്ളം തളിക്കാതെ ഫുള്ളം നടിക്കാനും വെള്ളം നടിക്കാതെ ഉള്ള കൊടുക്കാനും എന്തൊക്കെ വന്നാലും കണ്ടക്ക് നിൽക്കുന്ന ജോയ്. നമ്മുടെ മുത്താണ് ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്. LMR, the station that loves God's own country and its people. London Malayalam Radio. വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. പാവാട എന്ന ഈ ചിത്രത്തിലെ ഗാനം തന്റെ തല തിരിഞ്ഞ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് അഖിൽ മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിലിന്റെ തല തിരിഞ്ഞ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മലയാള സിനിമയിലെ ഈ പ്രതിസന്ധി എത്ര നാൾ തുടരുമെന്ന് വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, തിയേറ്ററിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കട്ടപ്പനയിലെ ഋതിക് റോഷനൊക്കെ തിരിച്ചെടുക്കുമെന്നും പറഞ്ഞു. എന്താണെങ്കിലും പിന്നീട് പറഞ്ഞു ആ ഒരു തീരുമാനം മാറ്റി ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന സിനിമകളൊന്നും തിരിച്ചെടുക്കുന്നില്ല എന്ന്. എന്താണെങ്കിലും ഈ സിനിമകൾക്ക് ഇതൊരു വലിയ പ്രയോജനമാണ്. കാരണം പുതിയ സിനിമകളൊന്നും റിലീസില്ലാത്തതുകൊണ്ട് തന്നെ കട്ടപ്പനയിലെ ഋതിക് റോഷനൊക്കെ ഭയങ്കര തിരക്കാണ് തിയേറ്ററിൽ ഇപ്പോൾ. ഈ അവധി സമയം സ്കൂൾ അവധിയാണ്, കോളേജ് അവധിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളും യുവാക്കളും ഒക്കെ അവധി ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് എത്തുന്ന സമയമാണ്. ഇനി പുതിയ മലയാള സിനിമകൾ വന്നില്ലെങ്കിലും മറ്റു ഭാഷാ ചിത്രങ്ങൾ റിലീസിന് വേണ്ടി എത്തിയിട്ടുണ്ട്. തമിഴിൽ നിന്ന് വിശാൽ നായകനായ കത്തി സണ്ടയും അതുപോലെ അമീർ ഖാന്റെ വാർത്താ പ്രാധാന്യം നേടിയ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമെന്ന് പ്രതീക്ഷയോടെ എത്തുന്ന ദങ്കലും. അങ്ങനെ 2 ചിത്രങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ റിലീസ് ചെയ്യുകയുണ്ടായി. ദങ്കൽ എന്ന സിനിമയെപ്പറ്റി ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ വാർത്തകളിലും മാധ്യമങ്ങളിലും വായിച്ചു കഴിഞ്ഞു. എന്താണെങ്കിലും ഈ റിലീസിന് എത്തിയേക്കണ ഈ 2 സിനിമകളും വിശാലിന്റെ കത്തി സൺഡേ ആണെങ്കിലും അതുപോലെ അമീർ ഖാന്റെ ദങ്കലാണെങ്കിലും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമകളാണ്. ഈ മലയാള സിനിമ റിലീസ് ചെയ്യാത്ത ഈ സാഹചര്യത്തിൽ ഈ ക്രിസ്മസ് ആഘോഷ സമയം നമുക്ക് ഈ അന്യഭാഷാ ചിത്രങ്ങളോടൊപ്പം ആഘോഷിക്കേണ്ടി വരും എന്നാണുള്ളത്. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ചിത്രത്തിലെ മച്ചാനെ എന്ന് തുടങ്ങുന്ന ഗാനം ഒന്ന് കേട്ടാലോ. അങ്ങനെയാണ് ഇതാ വരുന്നു കട്ടപ്പനയിലെ ഋതിക് റോഷൻ സോങ്. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. அந்த பூவானம் உனக்குதானே മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെടാ മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ നടൻ പതി പങ്കുതി കൊണ്ടാട്ടമാണിന്നടാ മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ രജനി എല്ലാരും ജനത്തിൻ തോൾ ചേർന്ന നടികരടാ പകിട്ടിൽ വീഴാത്ത മനസ്സൊന്നുണ്ടെങ്കിൽ നീയും എവർക്കും നൻപനടാ ഇതാണ് ഋതിക് റോഷൻ ഇന്ന ടീനേജ് ഫാഷൻ ഇതാണ് ഋതിക്
റോഷൻ തിളപ്പുള്ള ടീനേജൻ ഫാഷൻ നിൻ ചിത്രം വന്നാൽ ട്രാഫിക് ബ്ലോക്ക് സ്ക്രീനിൽ കണ്ടാൽ ബാലഭൂവൻ നാട്ടിൽ നീളെ യൂത്തിന്റെ കൂട്ടേ ചെമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാത്തി ആശപ്പെട്ടൊരു യോഗം എത്തിയടേ മിന്ന മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തമായ നക്ഷത്ര കാവിൽ മിന്നാമേട ചെമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാത്തി ആശപ്പെട്ടൊരു യോഗം എത്തിയടേ കൊറുപ്പാണെന്നാലും നടിപ്പ് ചോറായാൽ രസികർ നെഞ്ചേറ്റി നടക്കുമെടാ തമിഴ് മലനാട് മുംബൈ തെലങ്കാന നിറയെ കട്ടൗട്ട് നിരത്തുമെടാ നീ കണ്ടാൽ കബാഡി നിൻ കയ്യിൽ തുപ്പാക്കി നീ കണ്ടാൽ കബാഡി കരുത്തുള്ള കയ്യിൽ തുപ്പാക്കി കോട്ട് സൂട്ട് പുത്തൻ ബൂട്ട് വീട് പിന്നെ ഫോറിൻകാര് വേണം പിന്നെ പോലീസ് എസ്കോർട്ട് ചെമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറാസാത്തി ആശപ്പെട്ടൊരു ശോകമെത്തിയടേ മിന്നിക്കും കാലം വന്നാല നീലാകാശത്ത് മായ നക്ഷത്ര കാവിൽ നിന്നാമേട ചെമ്മച്ചാനെ ദങ്ക തകിട 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 ദേ റസാത്തി ദന്തനകന ദന്തനകന ദേ ചെമ്മച്ചാനെ തകിട 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 ദേ റസാത്തി ദന്തകന തകിട തകിട തിരകടോം 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 ഹേ ഹായ്, ഇത് RJ കാവ്യ. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷങ്ങളുടെയും നക്ഷത്രങ്ങൾ തിളങ്ങട്ടെ. ഒപ്പം വിണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് പുതുവത്സര ദിനങ്ങൾ ഇടയാക്കട്ടെ. LMRന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. അമീർ ഖാൻ നായകനായ ദംഗൽ കഴിഞ്ഞ ദിവസം ലോകമെമ്പാടും റിലീസ് ചെയ്തു. 5000-ഓളം തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. ചിത്രം ഇവിടെയും റിലീസ് ചെയ്തു. ഇന്നലെ ആ ചിത്രം കാണാൻ പറ്റി. ചിത്രത്തെപ്പറ്റി അതിഗംഭീരമെന്നേ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ അമീർ ഖാന്റെ അഭിനയവും. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സ്പോർട്സ് പ്രമേയമാക്കിയ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് ദംഗൽ എന്ന് പറയുന്നത് അതിശയോക്തിയാവില്ല. അത്രയ്ക്കും മനോഹരമായ ചിത്രം. തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ച് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മഹാവീർ ഫോഗട്ടിന്റെ മക്കളായ ഗീത ഫോഗട്ട്, ബബിത കുമാരി എന്നിവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ദംഗലിന് മുന്നേ ഗുസ്തി പശ്ചാത്തലമാക്കിയ സുൽത്താൻ എന്ന ചിത്രവുമായി ചരിത്രം തീർത്ത താരമാണ് മസിൽ ഖാൻ സൽമാൻ ഖാൻ. എന്നാൽ ദംഗൽ സുൽത്താനെയും കടത്തിവെട്ടുമെന്ന വിവരങ്ങളാണ് തുടക്കത്തിൽ പുറത്തു വരുന്നത്. സൽമാന്റെ കുടുംബത്തെയും ദംഗൽ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. സൽമാന്റെ കുടുംബം ദംഗൽ കണ്ടു കഴിഞ്ഞു. ഇത് സൽമാൻ തന്നെയാണ് ട്വിറ്ററിലൂടെ അറിയിച്ചിരിക്കുന്നത്. ട്വിറ്ററിലൂടെ സൽമാൻ ദംഗലിനെ പറ്റി അഭിപ്രായം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇന്ന് വൈകുന്നേരം എന്റെ കുടുംബം ദംഗൽ കണ്ടു. സുൽത്താനേക്കാളും മികച്ച ചിത്രമെന്നാണ് അവരുടെ അഭിപ്രായം. വ്യക്തിപരമായി നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷേ തൊഴിൽപരമായി ഏറെ വെറുക്കുന്നു. ഇതിന് സ്നേഹത്തിൽ പൊതിഞ്ഞ മറുപടിയാണ് അമീർ ഖാൻ നൽകിയത്. സല്ലു, നിങ്ങളുടെ വെറുപ്പിൽ സ്നേഹം മാത്രമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ നിങ്ങളെ വെറുക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ട്വിറ്ററിലൂടെ അമീർ ഖാൻ മറുപടി പറഞ്ഞു. യഥാർത്ഥ സുൽത്താൻ സൽമാൻ ഖാനെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ദംഗൽ. ഇങ്ങനെയാണെങ്കിൽ ഇനി വരും സമയങ്ങളിൽ ഒരുപക്ഷെ ബോളിവുഡിന്റെ ചരിത്രത്തിലെ സർവ്വ കളക്ഷൻ റെക്കോർഡുകളും ദംഗൽ തകർക്കാൻ സാധ്യതയുണ്ട്. അമീർ ഖാന്റെ കയ്യിൽ നിന്ന് മറ്റൊരു വിസ്മയ ചിത്രം. ഇങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ദംഗൽ എന്ന ചിത്രത്തിലെ ഒരു അടിപൊളി സോങ്ങിന് ശേഷം നമ്മുടെ വിശേഷങ്ങൾ തുടരാം. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. निक्कर और टी शर्ट पहन के आया साइकिल लोन, निक्कर और टी शर्ट पहन के आया साइकिल लोन, लगा के फोन बता दे सबको बच के रहियो बागड़ बिल्ली से, चंडीगढ़ से या दिल्ली से, तने चारों खाने चित कर देगी, तेरे पुर्जे फिट कर देगी, डट कर देगी, तेरे दांव से बढ़कर पेच पलट कर देगी, चित कर देगी, चित कर देगी. ऐसी धाकड़ है, धाकड़ है, ऐसी धाकड़ है, ऐसी धाकड़ है, धाकड़ है, ऐसी धाकड़ है, ऐसी धाकड़ है. कल
से इसकी भी उतारनी पड़ेगी। तेरी अकड़ की रस्सी जल जाएगी, पकड़ में इसकी आग है। यो इंची टेप से नापेगी, तेरी कितनी ऊंची नाक है। तेरी सांसें अटक जाएगी, वो जोर पटक जाएगी। तने चारों खाने चित कर देगी, तेरे पुर्जे फिट कर देगी, डट कर देगी। तेरे दांव से बढ़कर पेच पलट कर देगी, चित कर देगी, चित कर देगी। ऐसी धाकड़ है, धाकड़ है, ऐसी धाकड़ है, 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 ऐसी धाकड़ है, धाकड़ है, ऐसी धाकड़ है। तेरे पुर्जे फिट कर देगी, डट कर देगी। तेरे दांव से बढ़कर पेच पलट कर देगी, चित कर देगी, चित कर देगी। ऐसी धाकड़ है, धाकड़ है, ऐसी धाकड़ है। ഹായ്, ഞാൻ ആജയ് മരിയ. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും ഒരു നന്മ നിറഞ്ഞ ക്രിസ്തുമസും ഒപ്പം മനോഹരമായ പുതുമ നിറഞ്ഞ ഒരു പുതുവത്സരവും ഞാൻ ആശംസിക്കുന്നു. வணக்கம் நேயர்களே, உங்களுக்கு பிடிச்ச தமிழ் பாடல்களை இப்போ நீங்க உங்க சொந்தம் லண்டன் மலையாளம் ரேடியோல திரைத்தென்றல் நிகழ்ச்சியில கேட்கலாம். திரைத்தென்றல் நிகழ்ச்சியில நீங்க உங்க ஃப்ரெண்ட்ஸ், ஃபேமிலிக்கு பர்த்டே இல்ல ஆனிவர்சரி விஷஸ் சொல்லலாம். அண்ட் அவங்களுக்கு பிடிச்ச சாங் கூட டெடிகேட் பண்ணலாம். நீ பாதி நான் பாதி கண்ணே, அருகில் நீ இன்றி தூங்காது கண்ணே. காத்தோடு மலராட கார்குடலாட காதோரம் லோலாக்கு சங்கதி பாட. நான் உங்க ஆஜி அனுகிருஷ்ணா. உங்களுக்கு பிடிச்ச தமிழ் பாடல்களோடு உங்களுடன் இணைந்திருப்பேன் திரைத்தென்றல் நிகழ்ச்சி மூலமா. சனிக்கிழமை தோறும் இரவு 8 மணி வரைக்கும் திரைத்தென்றல். தென்றலை ரசிக்கும் போது பல நினைவுகள் வர்ற மாதிரி உங்களுக்கு மகிழ்ச்சி தர வருகிறது திரைத்தென்றல். You're listening London Malayalam Radio. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. ബോളിവുഡിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന സെലിബ്രിറ്റികളുടെ പട്ടികയിൽ ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ ഒന്നാമത്. ഫോബ്സ് ആണ് ഏറ്റവും അധികം പ്രതിഫലം പറ്റുന്ന 100 സെലിബ്രിറ്റികളുടെ പട്ടിക തയ്യാറാക്കിയത്. അതിൽ 270.33 കോടി രൂപയുമായി സൽമാൻ ഖാൻ ഒന്നാമതെത്തി. രണ്ടാമതെത്തിയ ഷാരൂഖ് ഖാന്റെ പ്രതിഫലം 221.75 കോടി രൂപയാണ്. വിരാട് കോഹ്ലിയാണ് മൂന്നാം സ്ഥാനത്ത്. ഇന്ത്യൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ. 134.44 കോടി രൂപയാണ് വിരാട് കോഹ്ലിയുടെ പ്രതിഫലം. ആദ്യ 5 സ്ഥാനങ്ങളിൽ അക്ഷയ് കുമാറും അതുപോലെ ഇന്ത്യയുടെ വൺഡേ ടീം ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയുമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബോളിവുഡിലെ കിങ് ഖാൻ നമ്മുടെ ഷാരൂഖ് ഖാനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയുണ്ടായി, ദേശീയ അവാർഡ് കിട്ടാത്തതിൽ സങ്കടമുണ്ടോ, അല്ലെങ്കിൽ അവാർഡുകളെ എങ്ങനെയാണ് കാണുന്നതെന്ന്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: പുരസ്കാരങ്ങൾ ആഗ്രഹിച്ചല്ല താൻ ഇത്രയും കാലം അഭിനയിച്ചത്. ഒരു ദേശീയ പുരസ്കാരം ലഭിക്കാനുള്ള അഭിനയമൊന്നും ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള അർഹതയുമില്ല. കഴിയുന്നിടത്തോളം കാലം അഭിനയിക്കുക, അതുമാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് ഷാരൂഖ് പറഞ്ഞത്. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കുകയും അതുപോലെ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്ത നടനാണ് ഷാരൂഖ്. എന്നാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ ഇറങ്ങിയെങ്കിലും അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. 2017 ജാനുവരി 25 അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ആ ചിത്രത്തിലെ ഒരു ഗാനം റിലീസ് ചെയ്യുകയുണ്ടായി. ആ ഗാനത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നത് ബോളിവുഡിലെ ഹോട്ട് സ്റ്റാർ സണ്ണി ലിയോണാണ്. 2 ദിവസം കൊണ്ട് തന്നെ ഗാനം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഒരു ഷാരൂഖ് ഖാൻ ചിത്രത്തിലെ പാട്ട് കേട്ടാലോ? ദാ വരുന്ന ഒരു ഷാരൂഖ് ഖാൻ സോങ്. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ.
ആസ്വദിക്കൂ, ആഘോഷിക്കൂ. आंखें खुली हो या हो बंद, दीदार उनका होता है. कैसे कहूँ मैं ओ यारा ये प्यार कैसे होता है. आंखें खुली हो या हो बंद, दीदार उनका होता है. आंखें खुली हो या हो बंद, दीदार उनका होता है. कैसे कहूँ मैं ओ यारा ये प्यार कैसे होता है. आंखें खुली हो या हो बंद, दीदार उनका होता है. कैसे कहूँ मैं ओ यारा ये प्यार कैसे होता है. मर के देखेंगे हम. प्यार होता है ये कैसे करके देखेंगे हम. किसी की यादों में खोए हुए ख्वाबों को हमने सजा लिया. किसी की बाहों में सोए हुए अपना उसे बना लिया. ऐ यार प्यार में कोई, ऐ यार प्यार में कोई ना जागता न सोता है. कैसे कहूँ मैं ओ यारा ये प्यार कैसे होता है. हजारों दिल निकल जाता है. दूर कहीं आसमानों पर होते हैं ये सारे फैसले. कौन जाने कोई हम सफर कब कैसे कहाँ मिले. जो नाम दिल पे हो लिखा, जो नाम दिल पे हो लिखा,
इकरार उसी से होता है कैसे कहूँ मैं ओ यारा ये प्यार कैसे होता है आँखें खुली हो या हो बंद दीदार उनका होता है आँखें खुली हो या हो बंद दीदार उनका होता है कैसे कहूँ मैं ओ यारा ये प्यार कैसे होता है Over. No! Please. Come on, Miss Monica. Come on, Miss Monica. Stop it! Monica, oh my darling. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മയുടെയും നല്ല നാളുകളിൽ എല്ലാമാരുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ മലയാളം റേഡിയോ അവൈലബിൾ ഓൺ iOS and Android applications. തിരിച്ചു വരാൻ സിനിമാ കഫേയിലേക്ക്, നമ്മുടെ സിനിമാ വിശേഷങ്ങളിലേക്ക്. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. തെറ്റ് മനുഷ്യ സഹജമാണ്. അതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. എന്നാൽ ഒരു വ്യക്തി നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനും തിരുത്താനും തയ്യാറാവുമ്പോഴാണ് നമ്മൾ ഉയരങ്ങളിലെത്തുന്നത്. നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ വീണ്ടും ഉയരങ്ങളിലെത്തുകയാണ്. ശബരിമലയിലെ അയ്യപ്പനെ പാടിയുറക്കുന്ന അതിപ്രശസ്തമായ ഹരിവരാസനത്തിൽ താൻ പാടിയ വരിയിൽ തെറ്റുണ്ടെന്ന് യേശുദാസ് തന്നെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത്. അരിവിമർദ്ദനമെന്നല്ല, അരി വിമർദ്ദനം എന്ന് പിരിച്ചാണ് പാടേണ്ടിയിരുന്നതെന്ന് യേശുദാസ് പറയുന്നു. അയ്യപ്പന്റെ നിയോഗത്താൽ ഹരിവരാസനം വീണ്ടും പാടാൻ അവസരം ലഭിച്ചാൽ തിരുത്തി പാടാമെന്നും ദാസേട്ടൻ പറയുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെന്നൈ അണ്ണാനഗർ അയ്യപ്പൻ കോവിലിൽ ചെന്നപ്പോഴാണ് ഈ കാര്യം ശ്രദ്ധിച്ചത്. അവിടെ പാടാൻ ചെന്നപ്പോൾ ക്ഷേത്രതന്ത്രി എന്നെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. ഞങ്ങൾ 2 പേരും മാത്രം. അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതൊരു കുറ്റപ്പെടുത്തലല്ല. ഹരിവരാസനത്തിൽ അരിവിമർദ്ദനം എന്ന് ചേർത്ത് പാടരുത്. അരി എന്നാൽ ശത്രു, വിമർദ്ദനം എന്നാൽ നിഗ്രഹം, ശത്രു നിഗ്രഹം എന്നർത്ഥം. അരിവിമർദ്ദനം എന്നല്ല, പിരിച്ച് അരി വിമർദ്ദനം എന്ന് 2 വാക്കായേ ആലപിക്കാവൂ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആ നിമിഷം തന്നെ ഹരിവരാസനം ഒരിക്കൽ കൂടി ആലപിച്ചു. അതാണ് ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിച്ചു. ആ വ്യക്തിക്ക് വേണമെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ആളാകാൻ വേണ്ടി എന്റെ തെറ്റ് തിരുത്താമായിരുന്നു. എന്നാൽ അത് ചെയ്തില്ല. അതാണ് ആ മഹാന്റെ മഹത്വം. അയ്യപ്പന്റെ നിയോഗത്താൽ വീണ്ടും ഹരിവരാസനം പാടാൻ അവസരം ലഭിച്ചാൽ തിരുത്താൻ പോകുന്നത് ഈ വാക്കായിരിക്കും, ഗാനഗന്ധർവൻ പറഞ്ഞു. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന വ്യക്തിയാണ്
നമ്മുടെ ദാസേട്ടൻ. ഒരുപാട് ഉയരങ്ങളിലുള്ള വ്യക്തി. ആ വ്യക്തിയോട് പോലും അദ്ദേഹത്തിന്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം അത് തിരുത്താൻ തയ്യാറാവുകയാണ്. അതാണ് മഹത്വം. എന്നാൽ നമ്മളോട് നമ്മളുടെ തെറ്റ് മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? നമ്മളുടെ ഈ മനോഭാവം മാറണ്ടേ? തീർച്ചയായിട്ടും മാറേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ നല്ലൊരു മാതൃകയാണ് ദാസേട്ടനും അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ വ്യക്തികളുടെ അനുഭവങ്ങൾ. ഇപ്പൊ നമുക്ക് ദാസേട്ടൻ ആലപിച്ച നല്ലൊരു പാട്ട് കേൾക്കാം. അതിനുശേഷം നമ്മുടെ വിശേഷങ്ങൾ തുടരാം. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. പൂച്ചെണ്ടിനു കൈ നീട്ടി പൂക്കാലം വരവേറ്റു, ഒരു സ്വർഗാരാമം നീളെ കൈ വന്നു. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. ഇത്രനാളുമെങ്ങു പോയ സ്നേഹാദ്രയാമമേ, ഈ മടിയിൽ തലചായ്ക്കാൻ കാത്തിരുന്നതാണു ഞാൻ. ഇത്രനാളുമെങ്ങു പോയ സ്നേഹാദ്രയാമമേ, ഈ മടിയിൽ തലചായ്ക്കാൻ കാത്തിരുന്നതാണു ഞാൻ. കൈത്തലങ്ങളിൽ സാന്ത്വനവും തേടുവാൻ കൈക്കുഞ്ഞിൻ കനവോടെ കാത്തിരുന്നു ഞാൻ. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. പൂച്ചെണ്ടിനു കൈ നീട്ടി പൂക്കാലം വരവേറ്റു, ഒരു സ്വർഗാരാമം നീളെ കൈ വന്നു. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. വെള്ളി നിലത്തേരേറി പൊൻചിങ്ങം വന്നപ്പോൾ ആദ്യത്തെ പൂവിളിയിൽ അറിയാതുണർന്നു ഞാൻ. വെള്ളി നിലത്തേരേറി പൊൻചിങ്ങം വന്നപ്പോൾ ആദ്യത്തെ പൂവിളിയിൽ അറിയാതുണർന്നു ഞാൻ. ജന്മപുണ്യമായി കൈവരും സ്വപ്നമായി തുമ്പിലയും നീർത്തിവച്ച് നോറ്റിരുന്നു ഞാൻ. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. പൂച്ചെണ്ടിനു കൈ നീട്ടി പൂക്കാലം വരവേറ്റു, ഒരു സ്വർഗാരാമം നീളെ കൈ വന്നു. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. Merry Christmas! Yes, it is Christmas time again. London Malayalam Radio is granting you a very special Christmas wish from Ash. വിശുദ്ധിയുടെ പുണ്യം പേറി ഒരു ക്രിസ്മസ് കാലം കോരി ആകാശത്ത് മിന്നിയ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന ഈ ക്രിസ്മസ് രാവ് പിന്നിലെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് ഇടയാവട്ടെ.
UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ്. കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 മാഞ്ചസ്റ്റർ 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. സുഖമാണി നിലാവ്, എന്തു സുഖമാണി കാറ്റ്. സുഖമാണി നിലാവ്, എന്തു സുഖമാണി കാറ്റ്. അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ. പൂഞ്ചിറകിൽ പറന്നുയരാ കുളിരലയിൽ നനഞ്ഞലിയ അഴകേ. അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. ചിരിച്ചുടഞ്ഞു നിൻ കരിവളകൾ, വെറുതെ നീ പിണങ്ങി നിന്നു. സുഖമാണി നിലാവ്, എന്തു സുഖമാണി കാറ്റ്. അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. ഓർമ്മയിലെ പൂക്കണിക്കൊതുമ്പ് പൊൻതുഴയാൽ തുഴഞ്ഞവളെ. എനിക്കു വേണം നീ കന്നി മനസ്സ് അഴകേ. അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. കുളിരലയിൽ നനഞ്ഞലിയ അഴകേ.
വെൽക്കം ബാക്ക് ടു സിനിമ കഫേ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീ. കഴിഞ്ഞ ആഴ്ച സിനിമ കഫേ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മുതൽ ഞാൻ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു. അടുത്ത ആഴ്ചത്തെ സിനിമ കഫേ കറക്റ്റ് ക്രിസ്മസ് ഡേയിലാണ്. അപ്പോൾ ക്രിസ്മസിന് റിലീസ് ചെയ്ത സിനിമകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ക്രിസ്മസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദേ കിടക്കണു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള വഴക്കും ബഹളവും പ്രതിസന്ധിയൊക്കെ കാരണം ഒരൊറ്റ മലയാള സിനിമ റിലീസ് ചെയ്തില്ല. ഇനി അതെനിക്ക് മാത്രമാണ് വിഷമം. സിനിമ എല്ലാം കാണാൻ വേണ്ടി കാത്തിരുന്ന എത്ര സിനിമ ആസ്വാദകരെയാണ് ഇതെല്ലാം സങ്കടപ്പെടുത്തിയത്. ഇപ്പൊ നമുക്ക് തൽക്കാലം അമീർ ഖാന്റെ ദങ്കലും വിശാലിന്റെ കത്തി സൺഡേ ആയിട്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും പ്രതിസന്ധിയൊക്കെ മാറി നമ്മുടെ മലയാള സിനിമ റിലീസിന് തയ്യാറെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോ ഈ സിനിമാ കഫേയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും sri@lmrlive.com എന്ന ഇമെയിൽ ഐഡിയിൽ മെയിലായിട്ടോ അല്ലെങ്കിൽ RJ ശ്രീ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മെസ്സേജ് ആയിട്ടോ കമന്റ് ആയിട്ടോ ഒക്കെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരാഴ്ച നേർന്നുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ. सोचे एक पल सांस लेना छोड़ दूं, तू जो कह दे अगर तो मैं जीना छोड़ दूं, बिन सोचे एक पल सांस लेना छोड़ दूं. ना रहूं ना जीऊं कोई लम्हा तेरे बिन, जिंदगी है थमी तुझ में ही कहीं. तू दुआ है दुआ ख्वाहिशों की दुआ, तू दुआ है दुआ ख्वाहिशों की दुआ, तू दुआ है दुआ ख्वाहिशों की दुआ, तू दुआ है दुआ ख्वाहिशों की दुआ. मैं तेरा अक्स हूँ, तू जहाँ मैं वहीं, मैं फना होके भी जीऊंगा तुझ में ही. खुद से ही हूँ जुदा, जानता है खुदा, तू ही तू हर जगह, मैं यहाँ मैं ना यहाँ. तू दुआ है दुआ ख्वाहिशों की दुआ, तू दुआ है दुआ ख्वाहिशों की दुआ, तू दुआ है दुआ ख्वाहिशों की दुआ, तू दुआ है दुआ ख्वाहिशों की दुआ. क्या हुआ किस लिए फासले दरमिया, ये बता हो गया मुझसे क्या ऐसा गुनाह, दर्द क्यों है मिले ऐसे ये सिलसिले, आंखें